ട്രിവാൻഡ്രത്ത് അദ്ദേഹം കാണാൻ പോയി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാറേ എനിക്കൊരു സ്ക്രിപ്റ്റ് വേണം, ഒരു പോലീസ് സ്റ്റോറിയാണ്. അപ്പോൾ പറഞ്ഞ് മോനെ അതെന്താണ്, നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കാം, നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കാം. ഒരു പണി ചെയ്താലോ, നല്ല പ്രൊഡ്യൂസറാണോ, എന്താ സെറ്റപ്പ്, നിന്റെ അങ്ങ് നായകനാക്കിയോ എന്ന് ചോദിച്ചു. അപ്പോഴേ എൻ്റെ കിളിയൊക്കെ പോയി. എന്നെ നായകനാക്കി ഇത്രയും വലിയൊരു ഡയറക്ടർ നമ്മൾ ഇത്ര സ്വപ്നം കണ്ട. കാരണം കോട്ടയം കുഞ്ഞച്ചൻ സിനിമ ഞാൻ വീട്ടിൽ നിന്ന് രഹസ്യമായിട്ട് കണ്ടു പോയതിൻ്റെ അടിയും പഴക്കമൊക്കെ എനിക്ക് പറയാം. അന്ന് എനിക്ക് അറിയത്തില്ലല്ലോ ഇദ്ദേഹം, അന്ന് ആ ഒരു സമയത്ത് ടി എസ് സുരേഷ് ബാബു സാറാണോ അങ്ങനെ അറിയാവുന്നൊരു പക്വത ഇല്ലായിരുന്ന സമയത്ത് പോയി അടിമേടിച്ചാണ്. ആ ഒരു ഡയറക്ടർ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നു. അതുപോലെ ഉപ്പുകണ്ടം പ്രദേശ്, കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ വലിയ ഹീറോ ആയ ബാബു ആന്റണി സാറുണ്ട്. അതുപോലെ ഞാൻ ഫസ്റ്റ് റിയാസ് ഖാനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, റിയാസ് ഖാൻ ജലോത്സവത്തിന് ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു അടിച്ച് കയറി വാടാ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനന്ന് പറഞ്ഞിരുന്നു, നുണ പറയല്ലോ കേട്ടോ. ഞാൻ ഫസ്റ്റ് റിയാസ് ഖാനെ കണ്ടപ്പോൾ പറഞ്ഞു, റിയാസ് ഖാൻ ഞാൻ നിങ്ങളുടെ ഭയങ്കര ആരാധന, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മറ്റേ സംഭവം ബാലേട്ട അങ്ങനെ. അപ്പോൾ ഇവരെ ഇത്രയും സീനിയർ ആൾക്കാരുടെ കൂടെ അവരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ എ കെ സന്തോഷ് സാറിനെ പോലെ ഇത്രയും വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ നമ്മുടെ നായിക ഹന്ന റിജി കോശി, കൂമലിലൊക്കെ അടിച്ചു പൊളിച്ച് വലിയ നായിക. പിന്നെ അതുപോലെ പപ്പൻ എന്നല്ല, പപ്പനെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് വലിയ പ്രായമുണ്ടെന്ന് പറയരുത്, കാരണം പപ്പൻ അവർ 4 മക്കളാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വെച്ച് ഇവരെ കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാം, രതീഷേട്ടൻ്റെ കൂടെ ഞാനൊരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, വേനൽമഴ എന്ന് പറഞ്ഞ സീരിയൽ. അപ്പോൾ രതീഷേട്ടൻ വേനൽമഴ, അപ്പം രതീഷേട്ടൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് സീരിയലിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കും. ഞങ്ങൾ ഒരു വർഷം ഞാൻ രതീഷേട്ടൻ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. എപ്പോഴും വന്ന്